വീട്ടിൻ്റെ അപ്പൊ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു ടേസ്റ്റി ദോശ വിത്ത് തേങ്ങ ചട്നി. അപ്പം എൻ്റെ ആർത്തി കണ്ട് മമ്മി ഒരു ദോശയും കൂടി എനിക്ക് ഇട്ടെന്ന്. അപ്പോൾ ആദ്യം തന്നെ മമ്മി തീർത്ഥമായിട്ട് ഭഗവാൻ വച്ചിരുന്ന തുളസി വെള്ളമില്ല, അതാണ് ഞാൻ കുടിച്ചത്. എന്നിട്ട് ഇവിടെ കഴിച്ചപ്പോൾ എനിക്ക് ചമ്മന്തി എന്തോ വേറെ കുറച്ച് എന്തോ മമ്മി ആഡ് ചെയ്തെന്ന് തോന്നി. പക്ഷെ ഒന്നും നോക്കണ്ട, ഞാൻ കഴിച്ച കാരണം വിശന്നിട്ട് വരും. ചില സമയത്ത് എനിക്ക് തോന്നുന്നു റാണിയുടെ ലൈഫ് എന്നെക്കാട്ടും നല്ലതായിരുന്നു. ബിക്കോസ് ലുക്ക് അറ്റ് മൈ കട്ടൻ ചായ ലെവൽ. അത് കഴിഞ്ഞ് ഇവിടെ നമ്മളറിയാണ്ട് കപ്പിൾ ഗോൾസ് നടന്നുകൊണ്ടിരിക്കുക. ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇവിടെ മമ്മി ഉണ്ടായിക്കൊണ്ടിരിക്കുക ബട്ടർഫ്ലൈ PT എന്ന് വെച്ചാൽ ശംഖപുഷ്പത്തിൻ്റെ വെള്ളം. അതിൻ്റെ ഒപ്പം പപ്പയ്ക്ക് വേണ്ടി ഇവിടെ ഉണ്ട് റോസ് പെറ്റൽ ടീ എന്ന് വെച്ചാൽ റോസാപ്പൂവിൻ്റെ വെള്ളം. അപ്പം അതിനകത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഇവിടെ റെഡിയാക്കി വച്ചേക്കണം. വളരെ കളർഫുൾ ആയിട്ടുള്ള ലൈഫ്. നാട്ടിൽ എപ്പോൾ പോയാലും എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് നല്ലോണം കുറയാറുണ്ട്, കാരണം ഫുഡ് അതുപോലത്തെ ആവാച്ച അതുകൊണ്ട്. അപ്പം ഞാൻ അവിടെ പ്രോട്ടീൻ പൗഡർ മേടിച്ചിരുന്നു, ഈ ഒരു റോസ് മിൽക്ക് ഫ്ലേവറിൻ്റെ. ഇതിനകത്ത് മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ ഉണ്ട്, ഒരു പതുക്കെ മധുരം കിട്ടാനായിട്ട്. ഇത് കുടിക്കുമ്പോൾ ഏകദേശം ഷേക്ക് പോലൊക്കെ തോന്നും, പക്ഷേ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് ആ ഒരു മോങ് ഫ്രൂട്ട് സ്വീറ്റ്നറിൻ്റെ. അത് കഴിഞ്ഞ് പപ്പ എനിക്ക് വീട്ടിലുണ്ടായിരുന്ന ഒരു പൈനാപ്പിൾ ഇല്ല, അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മതി അത് അങ്ങനെ തന്നെ എടുത്ത് മിഴുങ്ങി. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ക്ലീൻ ആവും. സോ യെസ്, അപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ചോറുണ്ട് ആൻഡ് ഇങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തേങ്ങ ഇട്ടിട്ടുള്ള ഒരു കറിയൊക്കെയാണ് കേട്ടോ. കലത്തിലുണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റും കൂടും. ഇവിടെ പപ്പടമൊക്കെ കൂട്ടി കഴിച്ച് ഞാൻ നല്ലോണം സാറ്റിസ്ഫൈഡ് ആയിട്ട് കുറച്ച് നേരം നാപ്പൊക്കെ എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും മമ്മി ഇവിടെ വേറെ ഡ്രിങ്ക് എനിക്ക് വേണ്ടി ഉണ്ടാക്കണം, കാരണം അവർക്ക് മാത്രമേ ഡ്രിങ്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പതുക്കെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മമ്മി എനിക്ക് ഡീടോക്സ് വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നെല്ലിക്കൊക്കെ ഇട്ടിട്ടുള്ളത് എൻ്റെ സ്ലിം ഫിഗർ കാണിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഗുരുവായൂർ അമ്പലം എത്തി, മലപ്രഭുവിനെ കണ്ടു തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോണ്ട് ചപ്പടി ജില്ല കുട്ടി ദാമണി മുത്ത് സീകളും പാവങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്ത് ക്യൂട്ടാ കഴിച്ച്. ഇതിന് ഒരു കടി എന്തായാലും കൊടുക്കണ്ടേ. അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് വേഗം ഓടിയിട്ട്, കാരണം വിശന്നിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ അട ഓർഡർ ചെയ്ത്, കാരണം ഫുഡ് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതില്ല, ഓൾറെഡി മറ്റേ ചില്ലും കുപ്പിയിൽ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ഓർഡർ ചെയ്തതായിരുന്നു എൻ്റെ ചില്ലി ഗോബി വിത്ത് പൊറോട്ട. ആൻഡ് ഇത്തവണ ഞാൻ കോളിഫ്ലവർ 65 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മമ്മിക്കും പപ്പയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള മസാല ദോശ, പക്ഷെ അവർ എൻ്റെ കോളിഫ്ലവർ 65 നല്ലോണം അടിച്ച് മാറ്റിയിരുന്നു. ടേസ്റ്റ് വാസ് സോ ഗുഡ്, കാരണം എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക ചില്ലി ഗോബി ആൻഡ് പൊറോട്ട ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇവിടുത്തെ നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൈം ജ്യൂസും കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ കുറച്ച് അവിടെയൊക്കെ നിന്ന് ഡാൻസ് ഒക്കെ കണ്ടു. ഗുരുവായൂരപ്പനെ വീണ്ടും തൊഴുത്. ആൻഡ് ഇവിടെ തക്കടുമാരതേ അവരുടെ വീട്ടിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ദേ ഈ ഒരു ശംഖപുഷ്പം വെള്ളം മമ്മി എനിക്ക് വേണ്ടി വച്ചെന്ന് തോന്നിയത്, പക്ഷെ നോ, മമ്മിക്ക് വേണ്ടാത്തത് കൊണ്ട് യെസ് ബാക്കി വന്നത് ഞാൻ കുടിച്ചു. നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ഇവിടെ പൊങ്ങു കിട്ടി, അതും ഞാൻ കഴിച്ചു. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.